ഈ മാസം മുഹറമാണ്. സൂറത്ത് ഫജ്റിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ, ആ വലയാലിൻ അശ്ർ എന്നത് റമദാനിലെ 3-ാമത്തെ പത്താണ് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ദുൽഹജ്ജയിലെ ആദ്യത്തെ പത്താണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അതല്ല, മുഹറമിലെ ആദ്യത്തെ പത്താണ്, ഈ 10 ദിവസങ്ങളാണ് എന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ ഇത് 3ഉം പ്രധാനപ്പെട്ടതായി പരിഗണിക്കണം എന്നും അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു ഏത് പ്രധാനപ്പെട്ട ഈ ലോകത്തെ പല പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഏത് പ്രധാനപ്പെട്ട ഒരു കാര്യവും മുഹറം കൊണ്ട് തുടങ്ങിയതായിട്ട് കാണാൻ കഴിയും. ആകാശം സൃഷ്ടിക്കാൻ ആരംഭിച്ചത് മുഹറത്തിലാണ്, മുഹറം 10-നാണ്. ഭൂമി സൃഷ്ടിക്കാൻ ആരംഭിച്ചത് മുഹറം 10-നാണ്. ആദ്യമായിട്ട് ഭൂമിയിൽ മഴ പെയ്തത് മുഹറം 10-നാണ്. അതുപോലെ തന്നെ ഈ പുഷ്പങ്ങൾ ചെടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് മുഹറം 10-നാണ്. അർശ് പടച്ചത്, കുർസി പടച്ചത് എല്ലാം മുഹറം 10-നാണ്. അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചത് മുഹറം 10-നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10-നാണ്. ഇദ്രീസ് നബിക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തത് മുഹറം 10-നാണ്. ലോകത്ത് മുഴുവനും വലിയ പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ നിന്ന് രക്ഷ നേടി നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ അവസാനം നങ്കൂരമിട്ടത് മുഹറം 10-നാണ്. ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കൊണ്ടാരത്തിൽ നിന്ന് മോചനം ലഭിച്ചത് മുഹറം 10-നാണ്. അങ്ങനെ തുടങ്ങി എത്രയോ നബിമാരെ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിന് കാഴ്ച നഷ്ടപ്പെട്ടു. മകനെ കാണാത്തതിൻ്റെ സങ്കടം കരഞ്ഞുകൊണ്ടും മറ്റുമൊക്കെ 40 വർഷക്കാലമാണ് കാഴ്ചയില്ലാതിരുന്നത്. ആ കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10-ലാണ്, മുഹറം മാസത്തിലാണ്. അതേപോലെ യൂസുഫ് നബി പല കിതാബുകളിലും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എന്നാലും 8 അല്ലെങ്കിൽ 12 വർഷമൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ ജയിലിൽ നിന്ന് അവസാനം മോചനം കിട്ടിയത് മുഹറം 10-ലാണ്. അതേപോലെ തന്നെ ഈസ നബി ജനിച്ചത് മുഹറത്തിലാണ്. ഈസ നബി അല്ലാഹു തആല ഉയർത്തിയത് മുഹറത്തിലാണ്. അങ്ങനെ തുടങ്ങിയിട്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ടെല്ലവീവ്, ഇന്നത്തെ ഇസ്രായേലിലെ ടെല്ലവീവിലെ ജാഫ കടപ്പുറത്ത് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തുന്നത് മുഹറത്തിലാണ്, മുഹറം 10-നാണ്. അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ രോഗം അല്ലാഹു തആല മാറ്റിക്കൊടുക്കുന്നത് മുഹറം 10-നാണ്. ഒരുപാട് കാര്യങ്ങൾ, അത് എണ്ണിയാൽ തീരൂല. അതിൻ്റെ ചില കാര്യങ്ങൾ നോട്ട് ചെയ്തപ്പോഴത്തേക്ക് തന്നെ അത് അത്രമാത്രം. സ്വർഗം പടച്ചത്, നരകം പടച്ചത്, ലൗഹ പടച്ചത്, കലമ പടച്ചത്, റിസ്ക് പടച്ചത്, വെള്ളം, മഴ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് കാലാകാലം ഒരു സമൂഹം അടിച്ചമർത്തപ്പെടുകയില്ല. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ ആളുകളുമായിട്ട് വലിയ സംഘർഷത്തിൽ ഉണ്ടാവുകയും അവസാനം മൂസ നബി ഇസ്രായേല്യരായ മൂസ നബിയുടെ അനുയായികളായ 16 ലക്ഷം ആളുകളെ കൊണ്ട് കടൽ കടന്ന് വിജയശ്രീലാളിതരായി മുന്നോട്ട് പോയതും മുഹറം 10-നാണ്. അതേ സമയത്ത് തന്നെ തൊട്ടുപിറകിൽ 6 ലക്ഷം വരുന്ന ആളുകളും ഫിറഔനും കടലിൽ മുങ്ങി മരിച്ചതും അതേ മുഹറത്തിൽ തന്നെയാണ്. ഈസ നബിയുടെ കാര്യം പറഞ്ഞു. അതേ ദിവസമാണ് ഈ മുഹറം 10-ന് തന്നെയാണ് അന്ത്യനാൾ ആരംഭിക്കുക. അത് ഒരു വെള്ളിയാഴ്ചയായിരിക്കും. ഏതെങ്കിലും വർഷത്തിൽ മുഹറം 10 വെള്ളിയാഴ്ച വന്നാൽ അന്ത്യനാളാണെന്ന് പറയരുത്. അന്ത്യനാൾ ആരംഭിക്കുന്നത് ഒരു മുഹറം 10 വെള്ളിയാഴ്ചയിലായിരിക്കുമെന്ന് മഹാന്മാർ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ നബിമാർക്കും ഒരു ഫതഹ്, വിജയം കിട്ടി, രക്ഷ കിട്ടി, സന്തോഷിച്ച ദിവസമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഒരു ഹദീസിൽ പറഞ്ഞു, മുഹറം 10-ന് ആരെങ്കിലും ഒരാൾ സ്വന്തം കുടുംബത്തിൽ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അയാൾക്ക് അല്ലാഹു തആല വിശാലത ചെയ്യും. കുടുംബാരിക്ക്, മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, സഹോദരി സഹോദരന്മാർക്ക്, അയൽവാസികൾക്ക്, പാവപ്പെട്ടവർക്ക്, അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വാങ്ങി കൊടുക്കുക, മുഹറം 10-ന്റെ നോമ്പ് തുറപ്പിക്കുക. ഒരു വർഷം മുഴുവനും വിശാലത കിട്ടാൻ അത് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും നോമ്പ് നോൽക്കുകയും. ഈ മുഹറം 10-ന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് വരാൻ പോകുന്ന ഒരു വർഷത്തെ നോമ്പടക്കം ദോഷങ്ങളടക്കം പൊറുക്കപ്പെടുമെന്നാണ്. അത് പറഞ്ഞിട്ട് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അയാൾക്ക് ഒരു വർഷം ആയുസ് നീട്ടിക്കിട്ടും എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞവരുണ്ട്. അത്രമാത്രം ഒരു പവിത്രമായ ഒരു മാസമാണ് മുഹറം. ആ മുഹറം മാസത്തിലാണുള്ളത് അല്ലാഹു തആല നമുക്ക് വേണ്ട നമ്മുടെ ചെറിയ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളല്ല, അള്ളാഹുവിലേക്കുള്ള ഒരുപാട് മറകളാൽ നമ്മൾ ബാക്കിലാണ്. ആ മറകളൊന്ന് തുറന്ന് അള്ളാഹുവിലേക്കുള്ള, റസൂലിലേക്കുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴികളിൽ ഒരു ഫതഹ് അള്ളാഹു മുഹറം 10 കൊണ്ട്, ഈ മുഹറം മാസം കൊണ്ട് നമുക്ക് നൽകട്ടെ. മഹാനായ ഇമാം ഷാദുൽ പറഞ്ഞു, എനിക്ക് 70,000 മറകൾ അള്ളാഹുമായിട്ടുണ്ട്. 70,000 മറകൾ, ഇരുട്ടിൻ്റെ മറകളുണ്ട്. അത് കഴിഞ്ഞിട്ട് വെളിച്ചത്തിൻ്റെ മറകളും ഉണ്ട്. അത് നമുക്ക് അറിയാത്ത ലോകങ്ങളാണ്. അല്ലാഹു തആല റബ്ബിലേക്കുള്ള മറകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കി തന്ന് റബ്ബിലേക്ക് പൂർണ്ണമായി അടുക്കാൻ നമുക്ക് കഴിയില്ല. അത് ഹബീബിന് മാത്രമേ കഴിയുള്ളൂ. ഇനി നമുക്ക് സാധ്യമായത് ഹബീബിലേക്ക് അടുക്കുക. എന്നാൽ റബ്ബ് നമ്മളെ നോക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.